എനിക്ക് രാമനെ അറിയില്ല, രാവണനെ അറിയാം. ഈ ഒരു വാക്ക് ആരുടേതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വേടൻ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ ഒരു പ്രസ്താവന വൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാമനെ അറിയാത്ത വേടനോ എന്നാണ് ചോദ്യം. അന്ന് ആ ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞ ഈ ഒരു കാര്യം ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ ഒരു ചർച്ച മാത്രമേ കേൾക്കാനുള്ളൂ. രാമനെ അറിയാത്ത രാവണനെ അറിയുന്ന, അല്ലെങ്കിൽ രാവണനെ റോൾ മോഡലാക്കുന്ന വേടൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജയ് ശ്രീറാം എന്ന വാക്ക്. ഞാൻ കേട്ടിട്ടുള്ളത് പലപ്പോഴും ആരെങ്കിലുമൊക്കെ കൊല്ലുമ്പോൾ ഉപയോഗിക്കുന്ന, മറ്റാരെങ്കിലും കൊല്ലാൻ ഉപയോഗിക്കുമ്പോൾ പറയുന്ന മുദ്രാവാക്യമാണ് എന്നാണ് എനിക്കറിയാവുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് രാമായണത്തിലോട്ട് കടക്കാം. രാവണനും രാമനും രാമായണത്തിൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ്. ഒരാൾ വില്ലനും മറ്റൊരാൾ നായകനുമായിട്ടാണ് നമുക്കിത് വായിച്ചെടുക്കാൻ കഴിയുക. രാമനിൽ നിന്നും രാവണനെ വ്യത്യസ്തമാക്കുന്നതും രാവണനിൽ നിന്ന് രാമനെ വ്യത്യസ്തമാക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാമൻ എന്ന് പറയുന്നത് തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുകയോ മറ്റൊന്നിനെയും അപഹരിക്കുകയോ ചെയ്യുന്ന കഥാപാത്രമല്ല. രാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനായ, തൻ്റെ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ തൻ്റെ പ്രജകളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന, പ്രജകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഉത്തമനായ ഭരണാധികാരിയായിട്ടാണ് രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത്. രാമായണം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് രാമനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. രാമൻ്റെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഏകപത്നി വ്രതനാണ് എന്നാണ്. കാരണം മറ്റുള്ള കഥാപാത്രങ്ങളെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ഭാര്യമാരെ കാണാൻ കഴിയും. രാമൻ എന്ന് പറയുന്നത് ഏകപത്നി വ്രതനാണ്. അതുപോലെ തന്നെ മര്യാദാ പുരുഷോത്തമനായ എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മനുഷ്യ അവതാരമായിട്ടാണ് നമുക്ക് രാമനെ കാണാൻ കഴിയുക. എന്നാൽ രാവണനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് സാമർഥ്യവും ബുദ്ധിയും കഴിവുകളുമുള്ള ദേവഭക്തനുമായിരിക്കുന്ന രാവണനെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ സീതാദേവി, രാമൻ്റെ ഭാര്യയായ സീതാദേവിയെ പോലും മറ്റൊരാൾ വിവാഹം കഴിച്ച ഭാര്യയാണ് എന്നറിഞ്ഞിട്ടുകൂടി ഈ മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് തൻ്റേതാക്കാൻ ശ്രമിച്ച ഒരു അസുര രാജാവായിട്ടാണ് നമുക്ക് രാവണനെ കാണാൻ കഴിയുക. ഇതാണ് ഭാരതത്തിൻ്റെ രാമായണത്തിൽ രാമനെയും രാവണനെയും വ്യത്യസ്തമാക്കുന്നത്. പിന്നെയുള്ളത് ജയ് ശ്രീറാം എന്ന വിളിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞ് അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ചിന്താഗതിക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, രാമൻ്റെ വളരെ വലിയൊരു ഭക്തനാണ് ഹനുമാൻ സ്വാമി. ആഞ്ജനേയനായ ഹനുമാൻ എന്ത് ചെയ്യുമ്പോഴും തൻ്റെ ആത്മഫലത്തെ അല്ലെങ്കിൽ ആത്മധൈര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവൻ ആരാധിക്കുന്ന മര്യാദാ പുരുഷോത്തമനായുള്ള ആരാധകനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വിളിക്കുന്നു. അത് ജയ് ശ്രീറാം എന്ന വിളിയോടുകൂടിയാണ് ഏത് കാര്യവും അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാം എന്ന ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു വാചകം ഒരിക്കലും ഒരു വ്യക്തികളെ കൊല്ലുവാൻ ഉപയോഗിക്കുന്ന മുദ്രാവാക്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. വേടൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് രാമനെ അറിയില്ല, രാവണനെ അറിയാമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം
ഒരിക്കലും ഒരു വ്യക്തികളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. രാമൻ്റെ ഭക്തരായ നാം ഓരോരുത്തർക്കും ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യം നാം ഓരോരുത്തരും വിളിക്കാറുണ്ട്. രാമൻ്റെ ഭക്തരല്ലാത്ത മതസ്ഥരും ഈ മതത്തിൽപ്പെട്ട ആൾക്കാരായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യം നമ്മുടെ രാമായണത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് ഹനുമാനായിട്ട്, അതായത് ആഞ്ജനേയനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല. ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നതോടുകൂടി വേടൻ രാമായണത്തെ അധിക്ഷേപിച്ചതായും രാമനെ കളിയാക്കിയതായിട്ടും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉള്ള ചർച്ചകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഒരിക്കലും അദ്ദേഹം കളിയാക്കിക്കൊണ്ടായിരിക്കണമെന്നില്ല പറഞ്ഞത്. നമുക്കറിയാം വേടൻ്റെ ചിന്താഗതികളും രാഷ്ട്രീയവും ഒക്കെ വ്യത്യസ്തമാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ശ്രീലങ്കൻ, അമ്മ ശ്രീലങ്കക്കാരിയാണ്. അപ്പോൾ ആ ഒരു ഭാഗവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ശ്രീലങ്കൻ ഭാഗങ്ങൾ, അങ്ങോട്ടുള്ള നാടുകളിലൊക്കെ രാമനെ അല്ല കൂടുതലായും അവിടെയുള്ള ആൾക്കാർ ആദരിക്കുന്നത്. രാമായണം പല രീതിയിലുണ്ട്, പല വേർഷൻസും ഉണ്ട് അതിന്. അപ്പോൾ ഒരു ശ്രീലങ്കക്കാരിയായ അമ്മയാണ് വേടൻ്റെ നമുക്കറിയാം. അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ജനിച്ചു വളർന്ന അവിടെയാണ്. അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ രാമനേക്കാൾ കൂടുതൽ രാവണനെയാണ് അവിടെയുള്ള ആൾക്കാർ ആരാധിക്കുന്നത്. ആ രീതിയിലുള്ള തൻ്റെ ബാല്യകാലം തൊട്ടേ താൻ പഠിച്ചു വന്ന കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുന്ന് ജനിച്ചു വളർന്ന് വന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ രാവണനെ ആയിരിക്കാം ഹീറോ ആയി തോന്നിയിട്ടുണ്ടാകാം. ഇന്ത്യയിൽ ഉള്ള ആൾക്കാർ കുഞ്ഞുനാൾ തൊട്ടേ അവരൊരിക്കലും രാവണനെ റോൾ മോഡൽ ആക്കിയിട്ടില്ല. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവർ പഠിച്ചു വന്നത് രാമൻ്റെ നല്ല ഗുണഗണങ്ങളെ അറിഞ്ഞുകൊണ്ടാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അവർ കുഞ്ഞു കുട്ടികളാകുമ്പോഴേ അവർ പഠിച്ചു വരുന്നത് രാമൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. കാരണം മര്യാദമാ പുരുഷോത്തമനായ, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, ഏവരെയും ആദരിക്കുന്ന, സൗമ്യനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള ഈ രാമനെ മാത്രമാണ് അവർ പഠിച്ചിട്ടുള്ളത്. രാവണനെ പഠിക്കുമ്പോൾ എപ്പോഴും രാവണൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം തെറ്റുകളെയാണ് കാണുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ, ആവർത്തനമായി തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും അംഗീകരിക്കാറില്ല. അത് സമൂഹം അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നരകത്തിൻ്റെ കാഴ്ചപ്പാടുകളും തമ്മിൽ മാറ്റമുണ്ട്. ഒരു പക്ഷേ അത് ആരെയും മുറിവേൽപ്പിക്കാതെ ഇരുന്നാൽ അത്രയും നന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് മുറിവ് ഏൽക്കാത്ത രീതിയിൽ ആവണമെന്ന് മാത്രമേ കഴിയൂ. ഇതാണ് ഒരു പക്ഷേ വേടൻ പറഞ്ഞിട്ടുണ്ടാവുക. അതിന് മറ്റൊരു ഇരട്ടധ്വനി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ഇപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ടത്. ഒരിക്കലും ആരും തന്നെ കൊല്ലുമ്പോൾ, ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാറില്ല. ആ ഒരു വാക്കിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പായി തോന്നിയിട്ടുള്ളത്. കാരണം ശ്രീരാമ ഭക്തരായ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ ഒത്തിരി ആൾക്കാർ ശ്രീരാമൻ്റെ ഭക്തരായിട്ടുണ്ട്. അവരാരും തന്നെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇന്നേ പാർട്ടിക്ക് മാത്രമേ ശ്രീരാമ ഭക്തരാവാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒരു പാർട്ടിയുടെയും ആധുനിക നായകനല്ല ശ്രീരാമൻ. ശ്രീരാമൻ എന്ന് പറയുന്നത് പുരാണങ്ങളിൽ ഉള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ ഓരോ ഹിന്ദുവും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹിന്ദു പോലും രാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും രാമൻ ആരാണെന്ന് അറിയാം. എന്നിരുന്നാലും ഈ ഒരു കാര്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഒരിക്കലും വേടൻ നമുക്കറിയാം, വേടൻ്റെ സ്വന്തം കഴിവുകളിലൂടെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഓരോ യുവതലമുറയ്ക്കും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അത്രത്തോളം ഇഷ്ടമുള്ളതാണ്. താൻ കുഞ്ഞുനാൾ തൊട്ടേ വളർന്ന് വരുമ്പോൾ കഷ്ടപ്പാടുകളിലൂടെ വളർന്ന് വന്ന്, പരിഹാസങ്ങളിലൂടെ വളർന്ന് വന്ന് ഈ നിലയിലെത്തിയത് അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാനുള്ള ഒരു മനസ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേടന് രാമനെ അറിയില്ല, രാവണനെയാണ് അറിയുകയെങ്കിൽ നമുക്ക് രാമനെ അറിയാം, രാവണനെയും അറിയാം, വേടനെയും അറിയാം എന്ന തത്വത്തിലോട്ട് മാറാം.